നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പറയാ, എനിക്ക് മുത്തുകാവ്. എന്താ എന്തായാലും ഞാൻ സമ്പാദിച്ചു കൊണ്ടെന്നല്ലോ. അതിന് സമ്മാനായിട്ട് ഇയാൾ എനിക്ക് എന്താ തരുന്നേ? എന്താണാവോ വേണ്ടത്? ചൂടായിട്ടൊരു മുത്തുകാവും. മുത്തുകാവെന്ന് വെച്ചാ നിങ്ങളുടെ ഭാഷയില് ചക്കര ഉമ്മ. ഓ അതാണോ? ഓ അത് തന്നെ. തന്നു തന്നു, വേഗം ആയിക്കോട്ടെ. എന്തായാലും ഹെൽപ്പ് ചെയ്ത ആളല്ലേ, ഇനി മുതൽ എന്റെ ഫ്രണ്ട് ആട്ടോ. അല്ല, ഫ്രണ്ടോ? എന്തിനാ സർപ്രൈസ്? വലിയ ആളായോണ്ടാ? എങ്കിൽ ബിഗ് ഫ്രണ്ട്. വലുതിന് ഇംഗ്ലീഷില് ബിഗ് എന്നാ പറയാ. അപ്പൊ അങ്ങനെ പറഞ്ഞ അപ്പൊ വലിയ ഫ്രണ്ട് ബിഗ് ഫ്രണ്ട്. എന്നാ എന്റെ സ്മോൾ ഫ്രണ്ടിങ് പോവാ. അർച്ചനയൊക്കെ കഴിച്ച് നമുക്ക് പോവാനുള്ളതല്ലേ? അല്ല, ഇയാളുടെ അമ്മ എവിടെ? പ്രദക്ഷിണം കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. എന്നാ നമുക്ക് പോവാം. വാ. വാങ്ങിച്ചോ. ഇന്ന് മോളുടെ സ്കൂളിലെ ആദ്യ ദിവസമല്ലേ? വലുതായി കഴിയുമ്പോ ആരാവണമെന്ന് ആഗ്രഹം? കളക്ടർ. കളക്ടറോ? അതൊന്നും വേണ്ട. അതെന്താ സത്യാമ്മേ? കളക്ടർ എന്ന് പറഞ്ഞാ നല്ല അന്തസ്സും ബഹുമാനവും ആദരവും ഒക്കെ കിട്ടുന്ന ജോലിയല്ലേ? അങ്ങനെ ഒരു ജോലി കിട്ടാൻ ആരാ കൊതിക്കാത്തത്? അധികാരചക്രം തിരിക്കുന്ന ആളല്ലേ കളക്ടർ? അതൊക്കെ വളർന്നു കഴിഞ്ഞുള്ള കാര്യമല്ലേ, അതപ്പോ തീരുമാനിക്കാം. വാ മോളെ, സ്കൂളിൽ പോകാൻ സമയായി. വാ. പോട്ടെ. അപ്പൊ കാണാം. പോട്ടെ. പ്രദക്ഷിണം കഴിഞ്ഞോ അമ്മേ? തിരുമേനി. എന്താ ഈ മിടുക്കിയുടെ പേര്? സത്യഭാമ, പുണർദ നക്ഷത്രം. അതിശയമായിരിക്കുന്നല്ലോ. അപ്പോ സത്യഭാമയെ നിർത്തിപ്പൊരിച്ചത് വേറൊരു സത്യഭാമ തന്നെയാ? അമ്മേ, അവരുടെ കൂട്ടത്തിലുള്ള കുട്ടിയുടെ നക്ഷത്രം പുണർദം തന്നെയാ. മോളെ, സ്കൂളിലെത്താൻ വൈകും. കഥയൊക്കെ പിന്നെ പറയാം. തിരുമേനി. ഇപ്പൊ ചെയ്യാം.
മോളെ മോൾക്ക് വലുതാവുമ്പോ ആരാ ആവേണ്ടേ? അമ്മയെ പോലെ വലിയ ഓഫീസർ. മോള് പ്രാർത്ഥിച്ചോ. ഭഗവാനെ, ഇത്തവണ നീ തന്നെ രക്ഷിച്ചു. ഇനി അങ്ങോട്ടും നീ തന്നെ ശരണം. സത്യഭാമയുടെ കൊച്ചുമോള. ആ ഒരു പരിഗണന പത്മിനിക്ക് ഇവിടെ കിട്ടണം. സത്യമേ, ഇവിടെ അങ്ങനെ ആർക്കും പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കാറില്ല. ഞങ്ങൾക്ക് സ്റ്റുഡൻസ് എല്ലാം ഒരുപോലെയാ. വാസ്തവത്തിൽ ഇതുപോലൊരു സ്കൂളിലല്ല സത്യഭാമയുടെ കൊച്ചുമോള് പഠിക്കേണ്ടത്. വീടുമായിട്ട് ഇത്രയും അടുത്തായതുകൊണ്ടാ ഈ സ്കൂള് തിരഞ്ഞെടുത്തത്. ഇവളെ ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ, അധ്യാപകർ, ഈ കാര്യങ്ങളെല്ലാം പൊതുവെ നല്ല അഭിപ്രായം എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾ കുട്ടികൾക്കെല്ലാം ഒരേ പരിഗണന കൊടുത്തോളൂ. പക്ഷേ പത്മിനിയുടെ മനസ്സ് നോവുന്ന എന്തെങ്കിലും ഉണ്ടായ ഒരു കാടിളകി വരൂന്നുള്ളത് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിച്ചോണം. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം സത്യമേ. ജലജെ, പത്മിനി മോളെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്ത്. വാ മോളെ, പോവാം. വല്യച്ഛ, വൈകിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വല്യച്ഛൻ തന്നെ വരില്ലേ? ആ വല്യച്ഛൻ തന്നെ പറഞ്ഞേ. ആടി വരാം. ബൈ വല്യച്ഛ. ബൈ അമ്മേ. ബൈ അച്ഛമ്മേ. ഉമ്മ തന്നെ ഉമ്മ. ചെല്ല്. വാ മോളെ. മാഡം, ഈ സ്കൂളിന്റെ സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്. വാഷ്റൂമും ഡൈനിങ് ഹാളും ഒക്കെ. മാനേജ്മെന്റിനോ PTA ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ പിള്ളേ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഒരു എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരുന്ന ഈ മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ജോലി ആരംഭിക്കാം. മോൾ ഇവിടെ ഇരുന്നോ, പിൻബെഞ്ചിലിരിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.